നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഏത് രൂപത്തിലും ഏത് കോലത്തിലാണെന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരു മഹത് വ്യക്തി കൂടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. എന്നാൽ ചില അടിയന്തര ഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മുടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാറുണ്ടല്ലേ. പണ്ട് കോവിഡ് വന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി മറ്റേ പുരപ്പുരത്ത് കയറിയുന്നുണ്ട് പാത്രം കൊട്ടിക്കഴിഞ്ഞാൽ കൊറോണ ചത്തുപോകുമെന്ന് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ. അപ്പം അത്തരം വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ ആയിട്ട് സാധാരണ വരാറുണ്ട്. ഇപ്പം തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും എലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വരുന്ന 22-ാം തീയതി 23-ാം തീയതി ആയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. സമയങ്ങളിൽ സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനോ ഒരു തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. പക്ഷേ ഈ കാരണവർക്ക് അടുപ്പിലും തൂറാമെന്നാണല്ലോ പറയാറുള്ളത്. ഇവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ പാർലമെന്റിൽ വനിതാ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെറുത്തു തോൽപ്പിച്ചു എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജനങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. എന്നാൽ ഈ ബില്ല് 2019 ഈ ബില്ല് ഐക്യകണ്ഠേന പാസ്സാക്കിയ ഒരു ബില്ല് കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ബില്ല് കൊണ്ടുവരാനായിട്ടുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബംഗാൾ ഭരിക്കുന്നത് നമ്മുടെ തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിയാണ്, സ്റ്റാലിനാണ് നമ്മുടെ തമിഴ്നാട് ഭരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി അവിടുത്തെ സ്ത്രീ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്ത്രപൂർവ്വം എടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു ഈ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് വന്നത്. കാരണം ഐക്യകണ്ഠേന എല്ലാ ബില്ലുകളും പാസ്സാക്കിക്കൊണ്ടിരിക്കുന്ന ഇവർക്ക് ഈ ബില്ല് പാസ്സാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ല, അവർ നല്ല ബുദ്ധിയും വിവേകവും വിവരവും ഉള്ളവരാണ് എന്ന് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തെളിയിക്കുക തന്നെ ചെയ്യും. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കോസ്റ്റ്യൂം മാറുന്നതും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മേക്കപ്പുകളൊക്കെ പല പ്രാവശ്യമായിട്ട് മാറാണ്. ഇപ്പൊ ഈ തമിഴ്നാട്ടിൽ നമ്മുടെ പ്രധാനമന്ത്രി വന്നത് ചാരം പൂശിയാണെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലത്തെ ഒരു മേക്കപ്പൊക്കെ ആയിരുന്നു. കാരണം ഈ മണ്ണിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ ആ ഒരു വേഷപ്രച്ഛന്നയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വേഷം കെട്ടി വന്നതെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും വിവരമുള്ള ആളുകളൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഒരു ചെറിയ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം സർജിക്കൽ സ്ട്രൈക്ക് നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ പറയണ്ടല്ലോ അല്ലേ, നമ്മുടെ BJPയുടെ ആദരണീയനായിട്ടുള്ള കരുത്തനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കൂട്ടും തയ്ച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരമണ്ഡനായിട്ടുള്ള വേട്ടാവളിയന്റെ അതേ ചാനലിൽ ഇരുന്നുകൊണ്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കേൾക്കണം. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെയോ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കെതിരെയോ ആരെങ്കിലും സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവരുടെ വായടപ്പിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ അവർക്കെതിരെ വലിയ വലിയ കുറ്റങ്ങളൊക്കെ എടുത്തിട്ട് കൊണ്ട് അകത്തിടുന്ന സംവിധാനങ്ങളാണ് നമ്മൾ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ ആരും കാണണ്ട. ചില സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്തുള്ള നിങ്ങൾക്ക് തീരുമാനിക്കാം പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ലംഘനമാണോ, ഇതിന് ചൂട്ടുപിടിച്ച് ഇതിന് കുടപിടിച്ച് കൊടുക്കുന്നവരാണോ നമ്മുടെ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് നേരെ പ്രധാനമന്ത്രിയുടെ ഈ ഭാവമാറ്റം ഒന്ന് കണ്ടിട്ട് ആ ഉണ്ണി ബാലകൃഷ്ണന്റെ ആ കിടിലൻ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടന് തുല്യമാകുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കിടം, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാം. അവരിൽ ഒരാളാണെന്ന് കാണിക്കാൻ നിറം വരെ മേക്കപ്പ് ചെയ്ത് മാറ്റുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓരോ വേദികളിൽ ഓരോ കഥാപാത്രമാകാൻ നമ്മുടെ പ്രധാനമന്ത്രിയെ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് നിറം വരെ മാറ്റുന്ന ആ പ്രതിഭാസ രീതിക്ക് ചെലവിടുന്നത് ഏതെങ്കിലും സംഘികളുടെ വീട്ടിൽ നിന്നെടുത്തുകൊണ്ടുവന്ന പണമല്ലോ. ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾ ഉൾപ്പെടെയുള്ളവർ നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് നോക്കി സ്കിൻ ടോൺ വെച്ചിട്ട് പോലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മണിക്കൂറുകൾക്കകം വെളുത്ത് കൊടുത്ത മേക്കപ്പിൽ നിന്ന് അദ്ദേഹം ബ്ലാക്ക് ഷെയ്ഡിലോട്ട് മാറിക്കൊണ്ട് ഞാൻ നിങ്ങൾ പോലത്തെ മണ്ണിൽ പണിയെടുക്കുന്നവന്റെ നിറമുള്ളവരാണെന്ന് കാണിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഒരു നടൻ എങ്ങനെയാണെന്ന് ഈ രാജ്യത്തിൽ കാണാൻ പറ്റുകയാണ്. ഒരു വ്യക്തിയുടെ തൊഴിൽ നിറത്തിലാണോ കാര്യം? ആ തൊഴിൽ നിറത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? വ്യക്തിയുടെ കഴിവുകളും ഗുണങ്ങളുമാണ് അയാളുടെ നിറവും അയാളുടെ സൗന്ദര്യവും. ആദ്യം പറഞ്ഞ രണ്ട് ഗുണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് സൗന്ദര്യം സാഹചര്യങ്ങൾക്കനുസരിച്ച് കൃത്രിമമായി മാറ്റിക്കൊണ്ട് ഏതാണോ വേദി ആ വേദിക്കനുസരിച്ച് തന്റെ നിറഭാവങ്ങൾ മാറ്റാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തി എത്രമാത്രം ഉടായ്പാണെന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് വിവരിക്കേണ്ടതുണ്ടോ? സ്വാഭാവികം എന്നല്ലാതെ എന്താ പറയാനല്ലേ. ഏതായാലും നിങ്ങൾ കണ്ടല്ലോ അല്ലേ ആ പ്രച്ഛന്ന വേഷം. ഇനി നമ്മുടെ ഉണ്ണിയുടെ ആ കിടിലൻ വീഡിയോ ഒന്ന് നോക്കാം. രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലനിൽക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരുന്ന ലജ്ജാകരമായ അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം മൂക്കുകുത്തി വീണിരിക്കുകയാണ് കേട്ടോ. നോക്കൂ, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന, ഏറ്റവും കൂടുതൽ ആരോപണം നേരിടുന്ന ഭരണഘടനാ സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വരിയിൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയും കേട്ടോ. അത് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥയാണ് പുലരുന്നത്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വം നടക്കണം, ആ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമായി നടക്കണം, ആ തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായി നടക്കണം. അത് നടത്തേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷേ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന് യാതൊരു വിശ്വാസവും ഇപ്പോൾ
ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാതായിരിക്കുന്നു. പ്രതിപക്ഷത്തിന് വിശ്വാസം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേന്ദ്ര സർക്കാരിനെ ഭയമാണെന്ന് വിളിച്ചു പറഞ്ഞത് ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളായിരുന്നില്ല. മറിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ വിരമിച്ച 66 IAS IFS ഉദ്യോഗസ്ഥർ പ്രസിഡന്റിന് ഒരു കത്തെഴുതി, രാഷ്ട്രപതിക്ക് ഒരു കത്തെഴുതി. ആ കത്തിൽ അവർ പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെ കണ്ടാൽ മുട്ടിടിക്കുന്ന കമ്മീഷനാണ് ഇപ്പോൾ ഈ രാജ്യത്ത് നിലവിലുള്ളത് എന്നാണ്. നോക്കൂ, ആ അർത്ഥത്തിലൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ സർജിക്കൽ സ്ട്രൈക്കിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ പ്രസംഗം തന്നെയാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 8:30 മണിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു. അത് പൂർണ്ണമായും ഒരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും സർജിക്കൽ സ്ട്രൈക്കിനില്ല. നോക്കൂ, ഒരു പ്രധാനമന്ത്രി എപ്പോഴാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്? ചില അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുക. ഉദാഹരണത്തിന് കൊറോണ വന്നു, കോവിഡ് വന്നു. ആ കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ, എന്താണ് ജനങ്ങൾ പാലിക്കേണ്ട നിയന്ത്രണങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്, ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി പലതവണ രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. നമ്മളെയൊക്കെ കൊണ്ട് കോവിഡ് വൈറസിനെ ആട്ടി ഓടിക്കാൻ വേണ്ടി പുരപ്പുറത്ത് കയറ്റി പാത്രം കൊട്ടിച്ചു എന്നുള്ളതൊക്കെ വേറെ കാര്യം. അപ്പോഴും ഒരു അടിയന്തര സാഹചര്യത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ നയപരമായ തീരുമാനങ്ങൾ എടുത്താൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് എങ്കിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ പ്രധാനമന്ത്രി ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം, അതിനായി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യണം. അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ ശനിയാഴ്ച സംഭവിച്ചത് എന്താണ് എന്ന് വെച്ചാൽ അത് പൂർണ്ണമായും ഒരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്താണ് അദ്ദേഹം ആ അഭിസംബോധനയിൽ പറഞ്ഞത്? നോക്കൂ, പാർലമെന്റിൽ വനിതാ സംവരണ ബില്ല് ഞങ്ങൾ കൊണ്ടുവന്നു, അതിനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്ന് പരാജയപ്പെടുത്തി എന്ന രാഷ്ട്രീയ ആരോപണമാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉന്നയിച്ചത്. മോഡിയുടെ പിന്നിൽ അണിനിരന്നിരുന്നത് ദേശീയ പതാകയാണ് കേട്ടോ, BJPയുടെ പതാകയല്ല. എന്ന് മാത്രവുമല്ല, ഒരു ദേശീയ മാധ്യമത്തെ, ഔദ്യോഗിക മാധ്യമത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം സംസാരിക്കാൻ ഒരു പ്രധാനമന്ത്രിയും തയ്യാറായി കൂടാ എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം. അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയത് എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇതേ പ്രസംഗം പാർലമെന്റിൽ നരേന്ദ്രമോദിക്ക് നടത്താവുന്നതേ ഉള്ളൂ. നോക്കൂ, പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് നടത്തേണ്ട സ്ഥലം കൂടിയാണ്. ആ അർത്ഥത്തിൽ ഭരണപക്ഷം പ്രതിപക്ഷത്തെ എതിർക്കാറുണ്ട്, പ്രതിപക്ഷത്തിനെതിരായിട്ട് ഭരണപക്ഷം പല ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഈ രാജ്യത്ത് രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് കേട്ടോ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാൾ ഭരിക്കുന്ന ആരാണ്? തൃണമൂൽ കോൺഗ്രസ് ആണ്. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന DMK ആണ്. ഈ രണ്ട് പാർട്ടികളും വനിതാ സംവരണ ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്തു എന്നാണ് നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പിന് മധ്യയാണ് ഈ രണ്ട് പാർട്ടികൾക്കും എതിരായിട്ട് ഈ രാജ്യത്തെ വനിതകളോട് ഈ പറയുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സംസാരിച്ചിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ MP ആയിട്ടുള്ള സന്തോഷ് കുമാർ ഇപ്പോൾ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതിയും നൽകിയിട്ടുണ്ട്. ഒരു പരാതിയും ഇല്ലാതെ തന്നെ കേസെടുക്കാവുന്ന ഒരു സംഭവമാണിത് എന്ന് ഈ രാജ്യത്തെ നിയമ വിദഗ്ധന്മാർ പോലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കുമോ ഇല്ല എന്ന കാര്യത്തിൽ സർജിക്കൽ സ്ട്രൈക്കിന് ഒരു സംശയവുമില്ല കേട്ടോ. എന്ന് മാത്രവുമല്ല, രണ്ട് പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനിടയിലാണ് വളരെ പെട്ടെന്ന് പാർലമെന്റിന്റെ അടിയന്തര സമ്മേളനം ഈ കേന്ദ്ര സർക്കാർ വിളിച്ച് ചേർത്തത്. എന്നിട്ട് ഈ വനിതാ സംവരണ ബില്ല് നടപ്പാക്കുന്നു എന്നാണ് പറഞ്ഞത്. നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഒരു ആനുകൂല്യവും പ്രഖ്യാപിക്കാൻ ഒരു സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അവകാശമില്ല. അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകും. ആ അർത്ഥത്തിൽ ഈ പ്രത്യേക സമ്മേളനമുണ്ടല്ലോ, അതുപോലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇനിയിപ്പോൾ ഈ സമ്മേളനം ഒരു തെരഞ്ഞെടുപ്പ് കേസായി എന്ന് വിചാരിക്കുക. എന്നാൽ എന്തായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ മറുപടി? അതാണ് കേട്ടോ കൗതുകരമായിരിക്കുക. നോക്കൂ, ഞങ്ങളൊരു വിഭാഗത്തിനും ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് തന്നെ കേന്ദ്ര സർക്കാരിന് പറയേണ്ടി വരും. ഈ വനിതാ സംവരണ ബില്ല് നേരത്തെ തന്നെ പാസാക്കിയതാണ്. പക്ഷേ ആ ബില്ല് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഭേദഗതിയാണ് സർക്കാർ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നല്ലേ ഈ കേന്ദ്ര സർക്കാരിന് മറുപടി പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ചെമ്പ് പുറത്താകുമെന്ന കാര്യത്തിൽ എന്താ സംശയം? 2023 സെപ്റ്റംബർ 12 ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം നടന്നിട്ടുണ്ട്. ആ പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്തത് വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കാനായിരുന്നു. ആ വനിതാ സംവരണ ബില്ല് അടിയന്തര പാർലമെന്റ് സമ്മേളനത്തിൽ വെച്ച് പാസാക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ ബില്ല് പാസ്സായത്? നോക്കൂ, ഏകകണ്ഠേനയാണ് ഈ രാജ്യത്തെ പാർലമെന്റ് ഈ പറയുന്ന വനിതാ സംവരണ ബില്ലിന് അനുമതി നൽകിയത്. 454 വോട്ടാണ് കേട്ടോ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ലോക്സഭയിൽ പോൾ ചെയ്യപ്പെട്ടത്. 2 വോട്ടുകൾ മാത്രമാണ് എതിർത്ത് പോൾ ചെയ്യപ്പെട്ടത്. അത് ഒവൈസിയുടെ പാർട്ടിക്കാർ നടത്തിയ നീക്കമായിരുന്നു. എന്നാൽ രാജ്യസഭയിൽ ഏകകണ്ഠമായി തന്നെ ആ ബില്ല് പാസ്സാകുകയും ചെയ്തു. ആ അർത്ഥത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വളരെ സുപ്രധാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. പാർലമെന്റ് ഈ പറയുന്ന ഭേദഗതി ബില്ല് ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് വനിതാ സംവരണ ബില്ല് രാജ്യത്ത് നിലവിൽ വന്നിരിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? യഥാർത്ഥത്തിൽ 2023 തന്നെ ഈ വനിതാ സംവരണ ബില്ല് പാസ്സാക്കി കഴിഞ്ഞിരിക്കുകയാണെന്നേ. അതിന്റെ മറവിൽ ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തെയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്തു തോൽപ്പിച്ചത്. ഒരു ദേശീയ മാധ്യമം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? വിമൻസ് റിസർവേഷൻ ബില്ലല്ല ഈ പറയുന്ന BJP സർക്കാർ അവതരിപ്പിച്ചത്, മറിച്ച് BJP പ്രിസർവേഷൻ ബില്ലാണ്. എക്കാലവും ഈ രാജ്യത്ത് BJP അധികാരത്തിൽ തുടരാൻ അനുവദിക്കും വിധം ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു BJP പ്രിസർവേഷൻ ബില്ലാണ്. നട്ടലുള്ള മാധ്യമ പ്രവർത്തകൻ എന്ന് പറയേണ്ടതല്ലേ? BJPയുടെ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടാണ് നമുക്കത് പറയാം. എന്തായാലും രാജ്യത്തെ പൗരന്മാർക്കെതിരെയുള്ള
എല്ലാ ബില്ലുകളും പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് പാസ്സാക്കി എടുത്തിട്ടുള്ള ഒരു സർക്കാരാണ് ഇപ്പൊ ഈ വനിതാ ബില്ല് നമ്മുടെ പാർലമെന്റിൽ കൊണ്ടുവന്നിട്ട് അത് നടപ്പാക്കാൻ പ്രതിപക്ഷം സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് വേഷപ്രച്ഛന്നനായി ഇതുപോലൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതമ്പതിച്ചു പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി പോകുന്നുണ്ട്. അല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഇനി തമിഴ്നാടും പശ്ചിമ ബംഗാളിലും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും BJPക്ക് കാര്യമായിട്ടുള്ള വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പൊ അതൊന്നുമില്ല. എന്നാൽ അവിടുത്തെ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് ലംഘനമാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ പാർട്ടിയും നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ കേസെടുക്കാൻ ആർജവമുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനുണ്ടോ എന്ന് നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ ചോദിക്കുന്നതിനോട് 100% നമുക്ക് യോജിക്കേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള പ്രവർത്തികളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഈ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഈ വിശ്വഗുരു പശ്ചിമ ബംഗാളിൽ പോയി പ്രസംഗിച്ചത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളിൽ പല ആളുകളും അതിന്റെ വീട് നിങ്ങൾ കേട്ട് കാണും. അതായത് ഈ ഉത്തർപ്രദേശിൽ ബാങ്ക് വിളികളൊന്നും കേൾക്കാറില്ല, വഴികളിലൊന്നും നമസ്കരിക്കാറില്ല എന്ന പച്ച വർഗീയത അവിടുത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ് യോഗിയെ പോലുള്ള ഈ രാജ്യം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ വർഗീയ വിഷം ചീറ്റുന്ന ഇതുപോലത്തെ നേതാക്കന്മാർ. എൻ്റെ പ്രിയപ്പെട്ടതായത്തെ ഇവിടെ നിന്നും ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനത്തെയും നേതാക്കന്മാരെയും നിലക്ക് നിർത്തുന്ന ഒരു സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ രാജ്യത്തില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതൊരു എല്ലാവർക്കും